നമുക്ക് ഇനി ജിജീഷ് കർണാനിലേക്ക് പോകാം. കൊച്ചിയിൽ മറ്റൊരു പ്രധാന കേന്ദ്രമാണല്ലോ കൊച്ചി. തലസ്ഥാനം പോലെ പ്രധാനപ്പെട്ട മറ്റൊരിടം, BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഇടം. കേരളമാകെ വികസിത കേരളം, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അത് എല്ലാവരിലേക്കും എത്തിച്ച് BJP സജീവമായി നിൽക്കുന്ന ഒരിടമാണ് കൊച്ചിയും. കൊച്ചിയിൽ ഇനി ഏകദേശം 4.5 മണിക്കൂർ ബാക്കിയുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങളനുസരിച്ച് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ പരസ്യപ്രചാരണം അവതരിപ്പിക്കാൻ പോലീസിന് പെർമിഷൻ ഉണ്ട്, പതിവായിട്ടും അങ്ങനെയാണ്. എന്താണ് കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് ആവേശം അവസാന ഘട്ടത്തിൽ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ആവേശത്തിലുള്ള പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ മുന്നേറ്റത്തിൽ നടത്താനുള്ള പ്രചരണം തന്നെയാണ് നടത്തുന്നത്. സ്ലിപ്പ് വിതരണമെല്ലാം ഏതാണ്ട് പൂർത്തിയായി. ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണം. നമുക്കറിയാം, കൊച്ചി നഗരത്തിലും നഗരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയിൽ NDA വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കൃത്യമായി തന്നെ നേരത്തെ 5 കൗൺസിലർമാരാണ് നിലവിലുണ്ടായിരുന്നത് എങ്കിൽ അത് പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഭരണത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് NDA ശക്തി കൊച്ചിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം ഈ നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിയും എളമക്കര ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിമിഷ NG അടക്കമുള്ള ആളുകളുണ്ട്. ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഒരേ സമയം പരിചയസമ്പത്തിന് പ്രാധാന്യം നൽകുന്നു, അതേ സമയത്ത് തന്നെ ചെറുപ്പത്തിന് പ്രാധാന്യം നൽകുന്നു. ചെറുപ്പത്തിന്റെ ഉസിരും ചുറുചുറുക്കും എല്ലാം തന്നെ ജനങ്ങൾക്ക് സേവനത്തിനായി മാറ്റിവെക്കാൻ വേണ്ടി തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള നിരവധി സ്ഥാനാർത്ഥികൾ അവരുടെ കഴിവും നിശ്ചയദാർഢ്യവും കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അഡ്വക്കേറ്റ് നിമിഷ നമ്മളോടൊപ്പം ഉണ്ട്. നിമിഷ, വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പല മണ്ഡലങ്ങളിലും പല ഡിവിഷനുകളിലും വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വിജയപ്രതീക്ഷയിലാണ് ഈ എളമക്കര ഡിവിഷൻ, നിമിഷ മത്സരിക്കുന്ന എളമക്കരയിലടക്കം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മത്സരത്തെ കാണുന്നത്? പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ അവരുടെ ഭാഗത്തു നിന്നും നമ്മളോട് വളരെ സ്നേഹത്തോടുള്ള പ്രതികരണമാണ്. അത് നമുക്കൊരു ഊർജം തരുന്നുണ്ട്. എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ എളമക്കര ഏരിയയിലാണെങ്കിൽ 2 ഭരണവും മാറി വന്നിട്ടും മാറ്റങ്ങളില്ലാത്തതുകൊണ്ട് ജനങ്ങൾ വളരെ അസ്വസ്ഥനാണ്. അത് നമ്മളുടെ പ്രചാരണത്തിൽ അവരുടെ അരികിൽ എത്തുമ്പോൾ അത് നമുക്ക് കാണാം. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള കാര്യം? കാരണം ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കൂടുതലായി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് കൃത്യമായി തന്നെ ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായ ആളുകളാണ് ചെറുപ്പക്കാരായ എല്ലാവരും. എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇവിടെയുള്ള പ്രശ്നങ്ങൾ തന്നെ എല്ലാത്തിനും ഒരു മാറ്റം കാണണം എന്നുള്ളതാണ്. ഞാൻ ഈ നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടുകാർ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂവും ദിനം പ്രതി ഞാൻ ഫേസ് ചെയ്യുന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ എളമക്കരയിലോട്ടുള്ള ബസ് വളരെ കുറവാണ്. ഞായറാഴ്ച ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ മണിക്കൂറുകളോളം നമ്മൾ കാത്തിരിക്കണം. അതുപോലെ കുടിവെള്ള പ്രശ്നമാണെങ്കിലും മറ്റ് അനേക പ്രശ്നങ്ങളും നമുക്ക് ഇതിലൂടെ ഒരു പരിഹാരം കാണാൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൃഷ്ണൻ, വളരെ വ്യക്തമായി തന്നെ കാഴ്ചപ്പാടുകളോട്, ഇതുപോലെ നിമിഷയെ പോലെ കാഴ്ചപ്പാടുള്ള നിരവധി സ്ഥാനാർത്ഥികളെ NDA രംഗത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF LDF മുന്നണികൾക്ക് എല്ലാ ഡിവിഷനുകളിലും, കൊച്ചി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളിലും ശക്തമായ മത്സരമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലുള്ള സിറ്റിംഗ് ഡിവിഷനുകൾ അതേപടി നിലനിർത്തുക എന്നത് മാത്രമല്ല, അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടും അതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടും മറ്റു ഡിവിഷനുകൾ കൂടി പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് NDA ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ കേന്ദ്രങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നത്. ഒപ്പം തന്നെ സമീപ മുനിസിപ്പാലിറ്റികളിലും വലിയ വിജയപ്രതീക്ഷയിലാണ്. തൃപ്പൂണിത്തുറ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിലും NDA വിജയപ്രതീക്ഷയിലാണ് ഉള്ളത്. അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് നിലവിൽ NDA എങ്കിൽ ഇനി ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു ജനപിന്തുണ അവിടെ ജിജീഷ് അവിടെ തുടരണം.